സല്യൂട്ട് സ്നേഹിതരെ. 2002 മുതൽ 2004 വരെ ഞാൻ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിലെ DIG ആയിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. ആ സമയത്തെ സംഭവ കഥകൾ ഞാൻ നിങ്ങളോട് നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. 2012 ജനുവരി മാസമാണല്ലോ എന്നെ ADGP ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് ബറ്റാലിയൻ ADGP ആയി ട്രെയിനിങ്ങിൻ്റെയും ട്രാഫിക്കിൻ്റെയും അധിക ചുമതലയോടുകൂടി നിയമിച്ചത്. അതേക്കുറിച്ചുള്ള 2-3 കഥകളായിരുന്നു ഞാൻ നേരത്തെയുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നത്. അതും കണ്ടു നോക്കൂ. ആ വർഷം സെപ്റ്റംബർ ആയപ്പോഴേക്കും എന്നെ വീണ്ടും സ്ഥലം മാറ്റി. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം അദ്ദേഹം തന്നെയായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2012 മെയ് ഒക്കെ ആയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ആഭ്യന്തര മന്ത്രിയായിട്ട് അദ്ദേഹം നിയമിച്ചു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, രാഷ്ട്രീയവും ഇലക്ഷനും ഭരണവും എല്ലാം മതപരമായ സാമുദായികപരമായ കുറേ പരിഗണനകൾ നോക്കിയിട്ടാണ് നടത്തുന്നത് എന്ന്. ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ സീറ്റ് കൊടുക്കുന്നത് വരെ പല മതപരമായ സാമുദായികപരമായ പരിഗണനകൾ വെച്ചുകൊണ്ടാണ്. ഉമ്മൻചാണ്ടി സാറ് 2011 മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ UDFന് വളരെ നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1-2 MLAമാർ പോയാൽ മന്ത്രിസഭ താഴെ വീഴുമായിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ വേണമെന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസിന് ഇത്ര മന്ത്രിമാർ വേണമെന്ന് പറയും. ഉടനെ ചില മതപക്ഷങ്ങൾ പറയും ഞങ്ങൾക്ക് ഇത്രയും വേണമെന്ന് പറയും. സാമുദായിക പക്ഷങ്ങൾ പറയും ഞങ്ങൾക്ക് ഇത്രയും മന്ത്രിമാരെ വേണമെന്ന് പറയും. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ വന്നിരുന്ന സമയമായിരുന്നു ആ ഭരണകാലം. തിരുവഞ്ചൂർ സാറ് ആഭ്യന്തരമന്ത്രിയായപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തെ എനിക്ക് മുമ്പേ പരിചയമുണ്ട്. ഞാൻ നിങ്ങളോട് പഴയ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട SP ആയിരുന്നപ്പോൾ ഒരു ലാത്തി ചാർജിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വിരോധം തോന്നുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്നോടൊരു സഹോദരി, കുഞ്ഞു സഹോദരിയോടുള്ള സ്നേഹം പോലെയാണ് എപ്പോഴും പെരുമാറിയിരുന്നത്. ഫോണിൽ സംസാരിക്കുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ഒക്കെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി വന്നപ്പോൾ എനിക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങളൊക്കെ പറയാനും സംസാരിക്കാനും ഒരു മൂത്ത സഹോദരനോട് എന്ന പോലെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ സാധിച്ചിരുന്നു. ബറ്റാലിയനിലെ ADGP ആയിരുന്ന സമയത്ത് കുറേ പാസിംഗ് ഔട്ട് പരേഡുകൾ ഞാൻ നടത്തിയിരുന്നു. ഒരു 4-5 എണ്ണം പല ബറ്റാലിയനുകളിൽ വെച്ച് നടത്തിയിരുന്നു. ട്രെയിനിങ് പൂർത്തിയായ പോലീസുകാർക്കുള്ള പാസിംഗ് ഔട്ട് പരേഡാണ്. അതിലും പിന്നെ അതുപോലെ ട്രാഫിക്കിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നല്ല ജയിൽ മേധാവിയെ ആവശ്യമുണ്ട്, ശ്രീലേഖ ആരെയെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ എന്നെ പോസ്റ്റ് ചെയ്താൽ മതി, എനിക്ക് ജയിലിൽ ജോലി ചെയ്യാൻ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശ്രീലേഖ വളരെ ജൂനിയർ അല്ലേ, ഇപ്പോൾ ADGP ആയതല്ലേ ഉള്ളൂ, നമുക്ക് വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളെയാണ് വേണ്ടത്, DGP റാങ്കിലുള്ള ആളെയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് അദ്ദേഹം സെൻകുമാർ സാറിനെ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ജയിൽ DGP ആയിട്ട്. പെട്ടെന്നൊരു ദിവസം സെപ്റ്റംബർ മാസത്തിന് മുമ്പായിട്ട് എന്നെ ഒരു മീറ്റിങ്ങിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീലേഖ നല്ലൊരു സ്ഥലത്തോട്ട് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സാർ ലോ ആൻഡ് ഓർഡർ ആണോ എന്ന് ചോദിച്ചു. കാരണം എപ്പോഴും അങ്ങനെയാണ്, നല്ല സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ലോ ആൻഡ് ഓർഡർ ആണോ, സോണൽ ADGP ആയിട്ട് സൗത്ത് സോൺ ADG ആയിട്ട് തിരുവനന്തപുരത്ത് നിയമിക്കാനാണോ ഉദ്ദേശം എന്നുള്ള മട്ടിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ വിജിലൻസിലേക്കാണ് നിയമിക്കുന്നത്, കാരണം വിജിലൻസിൽ നല്ല ഒരാളെ ആവശ്യമുണ്ട്. എപ്പോഴും നമ്മളെ സ്ഥലം മാറ്റുമ്പോൾ ഒരു എക്സ്പ്ലനേഷൻ എന്തുപോലെ പറയുന്നതാണ്, നല്ല ഒരാളെ ആവശ്യമുണ്ട്, അപ്പോൾ അവിടെ ഒരു കഴിവുറ്റ ഒരു ഓഫീസറിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ശ്രീലേഖ അങ്ങോട്ട് വിടുകയാണ് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ ഞാൻ നേരത്തെ DIG ആയിട്ട് 2.5 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. കൂടാതെ CBIയിൽ ഞാൻ 4 വർഷം ജോലി ചെയ്തു, അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. അതിനു മുമ്പ് വിജിലൻസ് SP ആയിട്ട് ജോലി ചെയ്തു. അതുകൊണ്ട് മടുത്തിരിക്കുന്ന ഒരു പോസ്റ്റ്, അതിനേക്കാളും പുതിയ ഒരു പോസ്റ്റിലേക്ക് പോകുന്നതാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് മട്ടി പറഞ്ഞിട്ട്, പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല. എന്നെ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ സെപ്റ്റംബർ 2012 ഞാൻ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ ADGP ആയിട്ട് പോയി ചുമതലയെടുത്തു. വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കുന്നത് DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഡയറക്ടർ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. ആ സമയം ഞാൻ ചാർജ് എടുക്കുമ്പോൾ വേണുഗോപാൽ K നായർ സാറായിരുന്നു വിജിലൻസ് ഡയറക്ടർ. വേറെ ഓഫീസേഴ്സ് ആരും ഇല്ലായിരുന്നു. എൻ്റെ മുൻപ് ഉണ്ടായിരുന്ന ഓഫീസർ ശങ്കർ റെഡ്ഡി ആയിരുന്നു. അപ്പോൾ ശങ്കർ റെഡ്ഡി അവധിക്ക് പോയി, കുറച്ച് നാളായിട്ട് അവധിയിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അവിടേക്കാണ് എന്നെ പോസ്റ്റ് ചെയ്തത്.
DIGയുടെയും ഒരു IG-യുടെയും പോസ്റ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ വേണുഗോപാൽ കെ നായർ സാറ്, ഞാൻ, പിന്നെ 2-3 SP-മാർ, ഒരു SP ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു SP പോസ്റ്റ് ഉണ്ട് അവിടെ, വിജിലൻസിൻ്റെ ഇൻ്റലിജൻസ് നോക്കുന്ന ഒരു SP. അദ്ദേഹമാണ് അഡ്മിനിസ്ട്രേഷൻ്റെയും ചാർജ്. വിജിലൻസിൻ്റെ വേറൊരു SP-യും കൂടെ ഉണ്ട്. പിന്നെ വേറെ കുറേ ഓഫീസേഴ്സും അവിടെ ഉണ്ടായിരുന്നു. അത്രയും പേരായിരുന്നു അന്ന് ആ ഓഫീസിലുണ്ടായിരുന്നത്. വളരെ നല്ല സെറ്റപ്പ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ജോലി ചെയ്യാം എന്നുള്ള ധാരണയിലാണ് ഞാൻ ചാർജ് എടുത്തത്. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ മുറി കുറച്ച് അലങ്കോലപ്പെട്ട് കിടപ്പുണ്ടായിരുന്നു. 3-4 സ്റ്റീൽ അലമാരകൾ ഇങ്ങനെ മൂലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയ കെട്ടിടമൊക്കെ ആണെങ്കിലും കുറച്ച് കൺജസ്റ്റഡ് ഒരു മുറിയായിരുന്നു അത്. വലിയ വലിപ്പമുള്ള മുറിയല്ല. അപ്പോൾ അതിൻ്റെ ഒരു മതിലിൻ്റെ ഭാഗം മുഴുവൻ, ബാത്റൂമിലേക്ക് പോകുന്ന ഡോറിൻ്റെ വശത്തായിട്ട് മുഴുവൻ 3 സ്റ്റീൽ അലമാരകൾ, പിന്നെ വേറെ ഒരു വശത്തൊരു ഗ്ലാസ് ഇട്ട ഒരു സ്റ്റീൽ അലമാര. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒന്നാമത് ഈ സ്റ്റീൽ അലമാരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. ഗോദ്രേജിൻ്റെ അലമാരകളാണ്. അത് വളരെ ഒരു ഒഫീഷ്യൽ ലുക്ക് ആണ് തരുന്നത്. നമ്മുടെ സെക്ഷൻ ക്ലാർക്കൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ സ്റ്റീൽ അലമാരകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ഓഫീസറായിട്ടിരിക്കുമ്പോൾ മുറിയിൽ വെച്ചിരിക്കുന്നത് വലിയ ഇഷ്ടമല്ല. പിന്നെ വേറൊരു വശത്തൊരു മേശ ഇട്ടിട്ട് അതിനകത്ത് മുഴുവൻ ഫയലുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. മുൻഗാമി അവധിയിലായിരുന്നത് കൊണ്ട് അദ്ദേഹം നോക്കേണ്ടിയിരുന്ന കുറേ ഫയലുകൾ അവിടെ ഉണ്ട് എന്നാണ്. ഫയലുകൾ ഇങ്ങനെ കൂമ്പാരെ നിരത്തി വെച്ചിരുന്നു. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ ഒരു സ്ഥലമില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ വിജിലൻസിൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ ഇഷ്ടംപോലെ മുറികൾ വെറുതെ ഒഴിഞ്ഞു കിടക്കുന്നു, ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു കിടന്ന ഒരു മുറിയിലേക്ക് ആ സ്റ്റീൽ അലമാരകൾ പിടിച്ച് മാറ്റാം എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ നല്ല ഭാരമാണ് മാഡം, ഒന്നും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇത്ര ഭാരം എന്ന് പറഞ്ഞ് ഓരോന്നായിട്ട് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് നിങ്ങൾ വിശ്വസിക്കില്ല, എല്ലാത്തിനകത്തും തള്ളി നിറച്ച് തിക്കി നിറച്ച് ഫയലുകളാണ്. അപ്പോൾ ഈ നിറയെ ഫയലുകൾ ഇങ്ങനെ 3 അലമാരിയിലും വെച്ചിരിക്കും. ഞാൻ ചോദിച്ചു എന്തോന്നാ ഈ ഫയലുകൾ, ഇതെന്താ ഇവിടെ വെച്ചിരിക്കുന്നത്? അപ്പം അതെല്ലാം മാഡം നോക്കി തീരുമാനം എടുക്കേണ്ട ഫയലുകളാണ് എന്ന് പറഞ്ഞു. ഞാൻ ഇത്ര അധികം ഫയലുകളോ? അപ്പം ഇവിടെ നേരത്തെ ഇരുന്ന ആൾ എന്താ ചെയ്തിരുന്നത്? അപ്പം അദ്ദേഹം ചെയ്യുമായിരുന്നു, അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുമായിരുന്നു. പക്ഷെ അത്ര അധികം ഫയലുകൾ ഇങ്ങനെ വരുമായിരുന്നു. ഇവിടെ എല്ലാം കൂടെ ചെയ്ത് തീർക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്രധാനമായിട്ടുള്ള ഫയലുകൾ ഇവിടെ ഇങ്ങനെ വെച്ച് പൂട്ടിയിരിക്കുകയാണ് എന്നാണ് ആ സെക്ഷനിലുള്ള ആൾക്കാരും എൻ്റെ CAയും ഒക്കെ പറഞ്ഞത്. എന്തായാലും ആ ഫയലുകളെല്ലാം ഞാൻ എടുത്ത് പുറത്തിട്ട് അലമാരി എല്ലാം എടുത്ത് വേറൊരു റൂമിൽ കൊണ്ടുവച്ച് ഞാൻ പറഞ്ഞു ഓരോരോ ഫയലുകളായിട്ട് എനിക്ക് അത് പഴയ ഡേറ്റ് വെച്ചിട്ടുള്ള പഴയ ഫയലുകൾ എനിക്ക് തീർക്കാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഫയൽ വെച്ച് ഞാൻ വെച്ചുകൊണ്ടിരിക്കേണ്ട, തീർക്കാം. വേണുഗോപാൽ കെ നായർ സാറ് അദ്ദേഹം വളരെ കൂൾ കമ്പോസ്റ്റ്, വളരെ സംക്ഷിപ്തതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഒരിക്കലും നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം വെപ്രാളം പിടിപ്പിക്കില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു ശ്രീലേഖ സൗകര്യം പോലെ അതൊക്കെ പതുക്കെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. സാർ ഇപ്പം ഞാനാണ് ബുദ്ധിമുട്ട് പറഞ്ഞത്. സാർ ഇത് കഷ്ടമാണ്, ഒരുപാട് ഫയലുകൾ ഇങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ അർത്ഥം എന്താണ്? ഇതെല്ലാം ഓരോന്നും ഓരോരോ ഉദ്യോഗസ്ഥനെതിരെയുള്ള അന്വേഷണമാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഓരോ അന്വേഷണത്തിൻ്റെ ഫയലുകളാണ് ഇങ്ങനെ പെൻഡിങ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അത് ശ്രീലേഖ പതൊക്കെ ചെയ്താൽ മതി എന്നുള്ള മട്ടിൽ അദ്ദേഹം കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ പിന്നെ വീട്ടിൽ പോയി ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്. എന്നോട് എൻ്റെ ഒരു സാർ, ഒരു ഡോക്ടർ ഹരിഹരൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹത്തിന് 2002 മറ്റോ ഉണ്ടായിരുന്ന ഒരു വിജിലൻസ് എൻക്വയറി പരാതി. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, മെഡിക്കൽ കോളേജിലുള്ള SAT എന്ന് പറയുന്നത്, കുട്ടികളുടെയും സ്ത്രീകളുടെയും അസുഖങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു അമ്മയും കുഞ്ഞും ഇരിക്കുന്ന പ്രതിമയുണ്ടല്ലോ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കയറുമ്പോൾ അതിൻ്റെ പുറകിലായിട്ടിരിക്കുന്ന ആശുപത്രിക്ക് SAT എന്നാണ് പേരിട്ടിരിക്കുന്നത് പണ്ട് തൊട്ടേ. അപ്പോൾ ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിൻ്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആയ സഥേസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാരവാഹിയായിട്ടോ മറ്റോ ജോലി ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം എന്തൊക്കെയോ ഫയലുകളിൽ എന്തൊക്കെയോ കുറച്ച് കുഴപ്പങ്ങൾ കാണിച്ചു എന്നൊക്കെയുള്ള ഒരു അലിഗേഷൻ വന്നതിൻ്റെ ബേസിസിൽ നടത്തിയിരുന്ന ഒരു വിജിലൻസ് എൻക്വയറി ആയിരുന്നു 2002 ഉണ്ടായിരുന്നത്. അപ്പോൾ 2002 ഞാൻ DIG ആയിട്ട് പോകുമ്പോൾ ഈ ഫയൽ എൻ്റെ അടുത്ത് വരികയും ഞാൻ അന്വേഷണം എൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് അതിന് നിൽക്കുന്നതല്ല, അതിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി ഹെഡ്ക്വാർട്ടേഴ്സിൽ സമർപ്പിച്ചതാണ്. ഹെഡ്ക്വാർട്ടേഴ്സിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ ഓഫീസിൽ DGPക്ക് കാണാൻ വേണ്ടി സമർപ്പിച്ചതാണ്. അതിനുശേഷം പല DGPമാർ മാറി വന്നു. 10 വർഷം കഴിഞ്ഞു. ഡോക്ടർ ഹരിഹരൻ അദ്ദേഹം 2003 2004 റിട്ടയർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 2012 ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ ഫയൽ ഇതുവരെ ഡിസ്പോസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിയിട്ടില്ല. ഈ വിജിലൻസ് എൻക്വയറി പെൻഡിങ് ആയിട്ടിരിക്കുമ്പോൾ പെൻഷൻ കിട്ടില്ലല്ലോ. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി വിഷമിച്ച് അതിനെപ്പറ്റി കുറേ അന്വേഷിച്ച ശേഷം അത് നടപ്പിലാക്കുന്നുണ്ട് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു നേരത്തെ ഞാനത് തീർത്തു എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞതായിരിക്കാം, തീർത്തിട്ടുണ്ടാവില്ല, അതിപ്പോഴും അന്വേഷണത്തിലിരിക്കുന്ന കാര്യം തന്നെ ആയിരിക്കും
എന്നുള്ള മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ വീണ്ടും ഞാൻ 2012 അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഈ അന്വേഷണ റിപ്പോർട്ട് എവിടെയുണ്ട് എന്ന് നോക്കാമോ എന്ന്. 1200-ൽ പരം ഫയലുകൾ എൻ്റെ ഓഫീസിൽ അങ്ങനെ പെൻഡിങ്ങിൽ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഈ ഫയൽ തപ്പിയെടുത്തു. ആ ഫയൽ ADGPയുടെ പരിഗണനയ്ക്ക് വേണ്ടി വിട്ടിട്ട്, കാരണം DIG നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സീനിയർ ഓഫീസർ ഒരു മേൽക്കുറിപ്പ് എഴുതും. ആ മേൽക്കുറിപ്പ് എഴുതിയതിൻ്റെ കൂട്ടത്തിൽ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, അന്വേഷണം ശരിക്കാണോ നടന്നത് അല്ലയോ എന്നുള്ളതിനൊരു പഠിച്ചിട്ട് ഒരു മേൽക്കുറിപ്പ് എഴുതണം. അപ്പോൾ ആ മേൽക്കുറിപ്പ് എഴുതാനായിട്ട് വെച്ചിരിക്കുകയാണ് 10 വർഷമായിട്ട്, 10-12 വർഷമായിട്ട് അതിങ്ങനെ ഇരിക്കുക അവിടെ. അപ്പോൾ അങ്ങനെ 1200 ഫയലുകളാണ് അവിടെ ഉണ്ടായത്. പിന്നെ ഞാൻ ആ ഫയൽ വീണ്ടും എടുത്തിട്ട് ഞാൻ അതിലൊരു കുറിപ്പ് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞൊരു കുറിപ്പ് എഴുതി ഡയറക്ടർക്ക് വിടുകയും ഡയറക്ടർ അത് നോക്കിയിട്ട് ശരി ക്ലോസ് ചെയ്യാം എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത് തരികയും ചെയ്തിട്ടാണ് 10 വർഷമായിട്ട് മുടങ്ങി കിടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ പെൻഷൻ പോലും കിട്ടുന്നത്. നമ്മളെല്ലാവരും പറയുന്നത് എന്താണ്, ഓരോ ഫയലിലും ഓരോ ലൈഫ് ഉണ്ട് എന്നൊക്കെ പറയില്ലേ. ഫയൽ FILE എന്നതിൻ്റെ അനഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ലെറ്റേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ LIFE എന്ന് വരും. അത് പണ്ട് തൊട്ടേ ആളുകൾ പറയുന്നതാണ്. ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈഫാണ് എന്നുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും ജീവിതം എന്ന് പറയുന്നത് സർക്കാർ ഫയലുകളാണ്. ജനിക്കുമ്പോൾ എവിടെയാണ്? ആശുപത്രികളിൽ. ആശുപത്രി ജനിക്കുമ്പോൾ ഒരു ജനന സർട്ടിഫിക്കറ്റ് വേണ്ടേ? അന്ന് തൊട്ടൊരു ഫയൽ തുടങ്ങുകയാണ്. നമ്മുടെ പേരിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം വെച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റിലൂടെ ഒരു ഫയൽ നമ്മുടെ പേരിൽ തുടങ്ങുകയാണ്. ആ ഫയലെന്ന് പറയുന്നത് ചാവുമ്പോൾ മരണ സർട്ടിഫിക്കറ്റോടുകൂടി അത് തീരും എന്നാണ് പറയുന്നത്. പക്ഷേ അതങ്ങനെ കിടക്കും അവിടെ. അപ്പോൾ അതുപോലെ ഈ ലൈഫ് എന്ന് പറയുന്നത് മുഴുവൻ ഈ ഫയലുമായിട്ട്, സർക്കാർ ഫയലിൻ്റെ നൂലാമാലകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. റെഡ് ടേപ്പിസം എന്ന് പറയും. ഒരു ചുവന്ന നാടയിൽ ഇങ്ങനെ കൊരുത്തിടുന്ന ഒരു സർക്കാർ ഫയലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഓരോ കാര്യത്തിലും നമ്മൾ സർക്കാരിൻ്റെ പുറകെ ആ ഒരു ഇതിന് വേണ്ടി പോകണം. നമ്മുടെ സ്കൂൾ അഡ്മിഷൻ, കോളേജ് അഡ്മിഷൻ, എഡ്യൂക്കേഷൻ ലോൺ, അതിന് വേണ്ടി എന്തെങ്കിലും സ്കോളർഷിപ്പോ ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ട്രഷറിയിൽ പോയി ചെല്ലാൻ അടച്ചിട്ട് അത് എടുക്കാനായിട്ടോ എല്ലാത്തിലും ഈ ഫയലാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയുള്ളൊരു ഫയല്, ആധാറിൻ്റെ ഫയല്, ഗ്യാസ് കണക്ഷൻ ഫയല്, മണ്ണെണ്ണ പെർമിറ്റ് ഫയല്, റേഷൻ കാർഡിൻ്റെ ഫയൽ, അങ്ങനെ ഫയലുകളെന്ന് പറഞ്ഞാൽ ജീവിതം മൊത്തം ഇങ്ങനെ ഫയലുകളിൽ കുടുങ്ങി കിടക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ. സർക്കാർ എപ്പോഴൊക്കെ ഉണ്ടോ അപ്പം മുതൽ ഈ ജീവിതം എന്ന് പറയുന്നത് ഫയലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഫയൽ എന്നുള്ളൊരു പേര് പോലും വന്നത് ലൈഫിൻ്റെ ഒരു അനുഗ്രഹമായിട്ടായിരിക്കണം എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ വിജിലൻസിൽ പോയപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഭീകര അവസ്ഥ മനസ്സിലാക്കുന്നത്. ഒരു DIG ആയിരിക്കുമ്പോൾ കുറച്ചും കൂടെ താഴെയുള്ള ഒരു ഓഫീസറാണ്. അപ്പം നമ്മുടെ കയ്യിൽ വരുന്ന ജോലികൾ ചെയ്യുക എന്നുള്ളതല്ല. അന്ന് പിടിപ്പത് ജോലി ഉണ്ടായിരുന്നു. DIG ആയിട്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കഥകൾ ശ്രദ്ധിച്ചാൽ അറിയാം എന്തുമാത്രം കേസുകളാണ് ഞാൻ തീർത്തിരുന്നത്, പിടിച്ചിരുന്നത്. നമ്മൾ അങ്ങോട്ട് പോയി കേസുകൾ പിടിക്കുകയും ട്രാപ്പ് പിടിക്കുകയും അത് തീർക്കുകയും സമയബന്ധിതമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയും പിന്നെ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുകയും സ്റ്റേറ്റ് വൈഡ് സർപ്രൈസൊക്കെ നടത്തുകയും കുറേ കാര്യങ്ങൾ DIG ആയിട്ട് ചെയ്തിരുന്നു. അന്ന് വിജിലൻസിൻ്റെ റൈസിംഗ് ഡേ പ്ലാൻ ചെയ്തു, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, കൂട്ടയോട്ടം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിരുന്നതിൻ്റെ കൂട്ടത്തിൽ ഓരോ ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള ഫയലുകൾ ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ കിടക്കുന്നുള്ള കാര്യം നമ്മൾ അറിയുന്നതേ ഇല്ല. ADGP വിജിലൻസ് ആയിട്ട് അവിടെ ചാർജ് എടുത്ത ഒരു കുറച്ച് നാളത്തേക്ക് എനിക്ക് ഈ കാര്യം ഓർത്തിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. 1200-ൽ പരം ഫയലുകൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയധികം സർക്കാർ ജോലിക്കാരുടെ ജീവിതം കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ, ശിക്ഷ അർഹിക്കുന്നുണ്ടോ, അതൊക്കെ പോട്ടെ. പക്ഷേ വർഷങ്ങളായിട്ട് 8, 10, 12, 20 വർഷമായിട്ട് ഒരു എൻക്വയറിയുടെ ബേസിസിൽ ഒരു സർപ്രൈസ് ചെക്ക്, ക്വിക്ക് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു വിജിലൻസ് കേസ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഫയലുകൾ കാണുമ്പോൾ എന്തുമാത്രം മാനസിക സമ്മർദ്ദമായിരിക്കാം ഈ ആൾക്കാർ അതിലൂടെ കടന്നു പോകുന്നത്. പിന്നെ ഫയലുകൾ എന്ന് പറഞ്ഞാൽ ആലോചിതമായിട്ട് തീർക്കണം. ഇതൊന്നും ആർക്കും പ്രധാനമേ അല്ല. ഫയലുകൾ അങ്ങനെ കിടക്കട്ടെ എന്നുള്ളൊരു മട്ടാണ് പലപ്പോഴും കാണുന്നത്. പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു ഓഫീസർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫയൽ മൂവ് ചെയ്യും, അത് ചെയ്യിക്കും. കാരണം അത് പറഞ്ഞ് അവിടെ വിളിച്ച് പറഞ്ഞ് ഇവിടെ വിളിച്ച് പറഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ട് പറയും ഇന്ന ഫയലുണ്ട് അത് തീർത്തേക്കണം എന്ന് പറഞ്ഞാൽ അതങ്ങ് തീർക്കും. എൻ്റെ അനുഭവത്തിൽ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ വന്ന് കാശ് തന്ന് ഫയൽ തീർക്കുന്ന സമ്പ്രദായം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കാര്യം നടക്കാറില്ല. കാരണം എല്ലാവർക്കും പേടിയാണ്. നമ്മൾ ഈ പൈസ അഴിമതി പിടിക്കുമ്പോൾ കാശിൻ്റെ കളിയാണല്ലോ, അഴിമതിക്കാരെയാണല്ലോ പിടിക്കുന്നത്. കൈക്കൂലി വാങ്ങിക്കുന്നവരെയും അല്ലെങ്കിൽ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിക്കുന്നവരെയും അല്ലെങ്കിൽ എന്തെങ്കിലും തിരിമറി നടത്തുന്നവരെയും സർക്കാരിൻ്റെ പൈസ ദുർവിനിയോഗം ചെയ്യുന്നവരെയും ഒക്കെയാണല്ലോ നമ്മൾ എൻക്വയറി നടത്തി പിടിക്കുകയും അവർക്കെതിരെ നടപടി നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരുടെ മുമ്പിലോട്ട് ആരും കാശും കൊണ്ട് വരില്ല. ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയധികം ഫയലോടെ പെൻഡിങ് വരില്ലായിരുന്നു. കാശ് വാങ്ങിച്ചുകൊണ്ട് ആ ഫയൽ അങ്ങ് തീർത്ത് വിടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് വെറും അനാസ്ഥ അല്ലെങ്കിൽ കെയർലെസ്നെസ്. ആർക്കെന്താ കുഴപ്പം എന്നുള്ള ആരെങ്കിലും വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സാറേ എൻ്റെ ഫയൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും.
അത് നമ്മൾ മനസ്സിലാക്കുകയില്ല. 10-30 വർഷത്തോളം സർക്കാരിനെ സേവിച്ച ശേഷം ഒരു വകുപ്പിൽ നിന്ന് ജോലി ചെയ്ത ശേഷം വിരമിച്ചു പോകുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്രാറ്റുവിറ്റി, പെൻഷൻ, കമ്മ്യൂട്ടഡ് പെൻഷൻ, GPF, അതൊന്നും കിട്ടാതെ നമ്മൾ വെറും കൈയോടെ പടിയിറങ്ങി പോകേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. അല്ലെങ്കിൽ പോലും ഒരു പെൻഷൻ കിട്ടാനായിട്ട് 100 സ്ഥലത്തുനിന്ന് NOCയും നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്, നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും ജോലി ചെയ്ത് എല്ലായിടത്തുനിന്നും വാങ്ങണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വിജിലൻസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞ് വരുമ്പോൾ അതിന് വിജിലൻസ് ക്ലിയറൻസ് കൊടുക്കാതിരിക്കുക, ഈ എൻക്വയറി ഉണ്ട് എന്ന് പറഞ്ഞ് 10 വർഷം 20 വർഷമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ആരെയാണെങ്കിലും അത് തളർത്തും. നമ്മൾ ഈയിടെ പത്രത്തിലൂടെ വായിച്ചതാണ്, SP ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ, വളരെ മിടുക്കനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലിലാണ് ഒരു കേസ് ഉണ്ടായിരുന്നത്. അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടല്ല, ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, സീനിയർ ഓഫീസർ പറഞ്ഞു ഒരു പ്രതിയാണ്, അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പോയി അവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയമായിട്ട് ഒരുപാട് വൈരാഗ്യം തീർത്ത് വെറുതെ വിജിലൻസ് കേസ് ഉണ്ടാക്കി ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഈ ഉദ്യോഗസ്ഥൻ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ഇദ്ദേഹം പ്രതി അല്ല, അതിനകത്ത് ഇൻവോൾവ് അല്ല, പൊളിറ്റിക്കലായിട്ട് മോട്ടിവേറ്റഡ് ആണ്, റിട്ടയർ ചെയ്യാൻ പോവുകയാണ്, IPS പോലും കിട്ടിയിട്ടില്ല, SP ആയിട്ട് പ്രൊമോഷൻ കിട്ടിയത് പോലും വളരെ കഷ്ടപ്പെട്ട് കോടതിയിൽ പോയി കേസൊക്കെ ബാധിച്ചിട്ടാണ്. അപ്പോൾ പെൻഷൻ പോലും കിട്ടാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ കഷ്ടമായിരിക്കും. ഒന്ന് വിജിലൻസ് എൻക്വയറി തീർത്തു തരാൻ പറയുമോ മാഡത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ അല്ലേ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ശ്രമിച്ചു നോക്കിയതാണ്, പക്ഷേ സമ്മതിച്ചില്ല. കാരണം രാഷ്ട്രീയമായിട്ട് നല്ല പിടിപാട് ഇയാൾക്ക് എതിരെ ഉണ്ടായിരുന്നു. അന്നിരുന്ന ഡയറക്ടർമാരാരും അതിന് സമ്മതിച്ചിരുന്നില്ല. അവസാനം നിരാശ കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഈ അടുത്ത കാലത്തായിരുന്നു അത് നടന്നത്. അപ്പോൾ ഇതുപോലെ വിജിലൻസ് കേസിൻ്റെ പുറത്ത് കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിതം പോലും വേണ്ട എന്ന് തോന്നുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുള്ള സമൂഹം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സമയത്താണ് 1200-1500 ഫയലുകൾ ഒരു സീനിയർ ഓഫീസർ വെറുതെ കെട്ടിവെച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു, എന്തുകൊണ്ട് തീർത്തില്ല എന്ന് ചോദിക്കാൻ ഒറ്റ സംവിധാനവുമില്ല. അവിടെ മാറി വരുന്ന ഡയറക്ടർമാർക്ക് അതിനുള്ള കഴിവില്ല, അവിടെ മാറി വന്നിരിക്കുന്ന സീനിയർ ഓഫീസേഴ്സ് അത് നോക്കാനുള്ള കഴിവില്ല. അവർ ദൈനംദിനം ജോലികൾ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ട് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, നോക്കിയില്ലെങ്കിലും എന്താണ്, നല്ല പവറുണ്ട്. വിജിലൻസ് ഡയറക്ടർ, ADGP വിജിലൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ നടക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പേരിന് വല്ല സർപ്രൈസ് ചെക്കും വല്ല സ്റ്റേറ്റ് വൈഡ് ഓപ്പറേഷനും ഒക്കെ നടത്തി കഴിഞ്ഞാൽ പത്രത്തിൽ 2-3 വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മതി. പഴയ ഫയലുകളൊന്നും തീർക്കാൻ ആരും ഉത്സാഹം കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ ദൗത്യം അവിടെ ചെന്നപ്പോൾ തന്നെ ഈ 1200 ഫയലുകളും ഞാനത് എനിക്ക് തോന്നുന്നു 6 മാസമോ മറ്റോ എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാനിരുന്ന് വായിച്ച് നോക്കി പഠിച്ച് മനസ്സിലാക്കി തീർക്കാനുള്ളതാണെങ്കിൽ തീർത്ത് വിടുക. അത് ഒന്നിനും തെളിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത്, അത് ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ എഴുതി കൊടുത്ത് അങ്ങനെ എനിക്കൊന്ന് 800ഓളം ഫയലുകൾ നടപടിയൊന്നും എടുക്കാതെ ക്ലോസ് ചെയ്തു. ബാക്കിയുള്ള ഫയലുകളിൽ ചെറിയ അച്ചടക്ക നടപടികൾ എടുക്കേണ്ടതുണ്ട്, കാശ് തടഞ്ഞു വെക്കേണ്ടതായിട്ടുള്ളതുണ്ട്. പെൻഷനിൽ നിന്ന് ഇത്രയും തുക മാറ്റിവെച്ച ശേഷം സർക്കാരിന് വന്ന നഷ്ടം പെൻഷനിൽ നിന്ന് പിടിച്ച ശേഷം തിരിച്ച് പെൻഷൻ കൊടുക്കാമെന്നുള്ള ഒരു ഓർഡറോടുകൂടി ബാക്കി കാര്യങ്ങൾ, അപ്പീലിൻ്റെ ഫയലുകളുണ്ട്, അതൊക്കെ തീർത്ത് അങ്ങനെ ഒരു 6-7 മാസം കൊണ്ട് ഞാൻ ആ 3 അലുമാരികളിലും ഇരുന്ന ഫയലുകളും എൻ്റെ പുറകിലുള്ള ഒരു മേശപ്പുറത്തിരുന്ന ഫയലുകളും ദൈനംദിന ഫയലുകളും എല്ലാം കൂടെ ഡിസ്പോസ് ചെയ്തു. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. എത്രയോ ആൾക്കാർക്ക് സമാധാനമാണ് ഞാൻ കാരണം ഈ ഒരു പ്രവൃത്തി കാരണം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് ചെയ്ത് സമാധാനമായിട്ട് ഞാൻ പോയി ഡയറക്ടറോട് പറഞ്ഞു, ഓ സാർ ഇതെല്ലാം ഞാൻ തീർത്തു. എൻ്റെ ഓഫീസിൽ ഞാൻ പറഞ്ഞു, കണ്ടോ നോക്ക് എന്ത് നീറ്റായിട്ട് കിടക്കുന്നു എൻ്റെ മേശ. പലപ്പോഴും ആൾക്കാർ എന്നെ കാണാനായിട്ട് വരുമ്പോൾ പറയും, ഓ മാഡത്തിന് ജോലിയൊന്നുമില്ല അല്ലേ, മേശയിൽ ഒരു ഫയലും ഒന്നും ഇല്ലല്ലോ എന്ന് പറയും. അപ്പോൾ എനിക്ക് മേശപ്പുറത്ത് ഫയലുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടമല്ല. വരുന്ന ഫയലുകൾ അപ്പം തന്നെ തീർത്തിട്ട് വിടുന്നതാണ് എൻ്റെ ജോലി ചെയ്യുന്ന രീതി. പക്ഷെ അവർ വിചാരിക്കും ഞാൻ ഫയലുകളൊന്നും എടുക്കാതെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഒളിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള മട്ടിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സമാധാനത്തോടു കൂടി ഞാൻ ഈ ഫയലെല്ലാം തീർത്തല്ലോ എന്ന് പറഞ്ഞിരുന്നപ്പോൾ SP ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഓഫീസർ വന്നിട്ട് പറഞ്ഞു, മാഡം ഇവിടെ മാത്രമല്ല അടുത്തൊരു വേറൊരു IG-യുടെ മുറിയുണ്ട്, ആ IG-യുടെ മുറിക്കകത്തും 800ഓളം ഫയലുകൾ ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്, അവിടെയും 8 മാസമായിട്ട് ആരും ഇല്ലല്ലോ, അപ്പോൾ അതും നോക്കാതെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഞാൻ തളർന്നങ്ങ് വീഴുന്നത് പോലെ തോന്നി. ഞാൻ മുറി ഒന്ന് തുറക്ക് നോക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ മുറി തുറന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു മേശയുടെ പുറത്തും അവിടെയും ഒരു അലുമാരിയിൽ അങ്ങനെ 860 870 ഒരുപാട് ഫയലുകൾ, അതും ഇതുപോലെ 20 വർഷം 12 വർഷം 18 വർഷമൊക്കെ പഴക്കമുള്ള കുറേ ഫയലുകൾ ഇങ്ങനെ കെട്ടിപ്പെറുക്കി ഫയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ വിളിക്കുന്ന കാക്ക എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ പെറ്റാണ്. നിങ്ങളെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കായിരുന്നു. ഞാൻ എവിടെ പോയിരുന്നാലും പുറത്താണെന്നുണ്ടെങ്കിൽ വന്ന് ഇങ്ങനെ
വിളിക്കും. ഞാൻ നോക്കട്ടെ, കാണിക്കാം. അവൻ ഓടിക്കളഞ്ഞു. എന്തായാലും ആ ഐ ജിയുടെ മുറിയിലുണ്ട് 890 ഫയലുകളോളം. അതും കൂടെ ഞാൻ കംപ്ലീറ്റ് നോക്കേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടാവുകയും തീർക്കാൻ പറ്റുന്നത് പോലെ ഞാൻ തീർക്കുകയും ചെയ്തു. ഇത് ചില സമയമൊക്കെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരാനായിട്ട് 8 മണി, 8:30, 9 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ഭർത്താവ് ചോദിക്കും, എന്തിനാ ഇങ്ങനെ സർക്കാരിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്? ഇത്രയും നാളെ ആൾക്കാർ ചെയ്യാത്ത ജോലി എന്തിനു ഇതെല്ലാം കൂടി എടുത്ത് തലയിൽ വെക്കണം? അടുത്ത ഒരാൾ വരുമ്പോൾ തീർത്താൽ പോരെ, ഇതുകൊണ്ട് എന്താണ് ഫലം എന്നൊക്കെ അദ്ദേഹം ചോദിക്കും. അപ്പോൾ എനിക്ക് ഫലത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു സമാധാനത്തിലാണ്. ഒരു ഓഫീസിൽ നമ്മൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് നേരിട്ടൊരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ വഴിയില്ല, പക്ഷേ അത് തീർത്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഇല്ലേ? അപ്പോൾ ആ സമാധാനം എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്. വീണ്ടും ഒരു 2-3 മാസം എടുത്ത് ഞാൻ അവിടെ ഇരുന്ന അത്രയും ഫയലുകളും നോക്കി തീർത്ത് ആ മുറിയും നീറ്റാക്കി ഇട്ടു. അതിന് ശേഷമാണ് പിന്നീട് ഒരു ഐ ജി അവിടെ പോസ്റ്റ് ചെയ്തത്. അപ്പോഴേക്കും ഞാൻ എല്ലാ വർക്കും തീർത്ത് കഴിഞ്ഞിരുന്നു. ഞാൻ എൻ്റെ ജോലി വളരെ സമാധാനമായിട്ടും കാര്യക്ഷമമായിട്ടും ചെയ്യുകയും ചെയ്തു. ഇതോടൊപ്പം ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ഒരു വിജിലൻസ് ADGP എന്നുള്ള നിലയ്ക്ക് നടത്തേണ്ട കാര്യങ്ങൾ പലതുണ്ട്. ക്ലാസ്സുകൾ നടത്തണം, ട്രെയിനിങ് നടത്തണം, അവിടെ വിജിലൻസ് ഓഫീസേഴ്സിനുള്ള ട്രെയിനിങ് ഉണ്ട്, പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നടത്തണം, വിജിലൻസ് അവയർനെസ് വീക്കുകൾ സംഘടിപ്പിക്കണം പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, അങ്ങനെ അവിടെ ക്ലാസ് എടുക്കാൻ പോകണം. പിന്നെ സർപ്രൈസ് ചെക്കുകൾ, സംസ്ഥാന വ്യാപകമായിട്ടുള്ള സർപ്രൈസ് ചെക്ക് പ്ലാൻ ചെയ്ത് ചെയ്യണം. അതുപോലെയുള്ള പല കാര്യങ്ങളും ഇതിനിടയിലൂടെ ഞാൻ ചെയ്തെങ്കിലും എൻ്റെ മുന്നിട്ട് നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഫയൽ ഡിസ്പോസലായിരുന്നു. നേരത്തെ പറയുന്നത് പോലെ ഒരു ജീവിതം, ഒരു ഫയലിൽ ഒരു ജീവിതം എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ 2000 പേര്, 2000-ലധികം പേരുടെ ജീവിതത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട്, അവരുടെ ജീവിതം കുറച്ചും കൂടെ നല്ല രീതിയിൽ പരിണാമപ്പെടാനായിട്ട് ഒരു പ്രവൃത്തി ഞാൻ ചെയ്തു എന്നുള്ളൊരു വലിയ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 2013 ആയപ്പോഴേക്കും പ്രസിഡന്റിൻ്റെ ഡിസ്റ്റിങ്ക്വിഷ്ഡ് സർവീസസ് അതിവിശിഷ്ട സേവനത്തിലുള്ള മെഡൽ ലഭിക്കുന്നത്, ഈ ജോലിയും കൂടെ അതിന് കാരണമായി എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായതുകൊണ്ട് ഇതിലൊരു പ്രത്യേക സന്തോഷവും ചാരിതാർത്ഥ്യവും എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട്. സസ്നേഹം, ശ്രീലേഖ.